ഇന്നത്തെ വീഡിയോയിൽ പുളിശ്ശേരിയുടെ റെസിപ്പി കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. പുളിശ്ശേരി ഉണ്ടാക്കുന്നത് നമ്മൾ ഇന്ന് കുമ്പളങ്ങ വെച്ചിട്ടാണ്. അപ്പോൾ കുമ്പളങ്ങ 1 കപ്പ് എടുത്തേക്കുന്നത്. 100 ഗ്രാം ചെറിയൊരളവ് നമ്മൾ ചെയ്തു. അതിലേക്ക് ഒരു പച്ചമുളക്, കുറച്ച് വെള്ളം, മുങ്ങിക്കിടക്കുന്ന പരുവത്തിന് വെള്ളം, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് വേവിച്ചെടുക്കുക. നല്ലൊരു തിള വന്ന് കഴിയുമ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കണം. മിക്സി ജാറിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം, 1/2 കപ്പ് തിരുമിയ തേങ്ങ, 2 കാന്താരി മുളകാണ്, അല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം പച്ചമുളക് ഇടാം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഇട്ടെടുക്കാം, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തു. കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന മിക്സറിനകത്തേക്ക് ചേർക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. വീണ്ടും പച്ചമണം മാറാനായിട്ട് അടച്ച് വെച്ച് 1-2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യാം. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെക്കുക. തൈര് ഉടച്ചിട്ട് ചേർക്കണം. ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് 2 കപ്പ് തൈരാണ്. റൂം ടെമ്പറേച്ചർ തൈര് എടുക്കുക, വലിയ പുളി ഇല്ലാത്ത തൈര്. അപ്പോൾ ചട്ടി ആയതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടേക്കുക. ഇത് ചൂട് നന്നായിട്ടുണ്ടാവും, അതുകൊണ്ട് ഓഫ് ചെയ്തിട്ട് വലിയ ചൂടങ്ങോട്ട് മാറുമ്പോൾ ഒഴിക്കാം. അപ്പോൾ ചട്ടിയിലല്ലെങ്കിൽ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ചേർക്കാം. ശ്രദ്ധിക്കേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള തൈര് ഒഴിക്കുക. തണുത്ത തൈരെടുത്ത് ഒഴിച്ചതിന് പിരിയാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇനി ചെറുതായിട്ട് ചൂടാക്കാം. നമ്മൾ ആവി പറക്കുന്ന ഒരു പരുവത്തിന് ഓഫ് ചെയ്യാം. ഇതേപോലെ ആവി പറക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അത്രയും ചൂടായാൽ മതി, അല്ലെങ്കിൽ കൂടുതൽ നേരം ചൂടാക്കിയാൽ പിരിയാം. അതുകൊണ്ട് ഈ ഒരു ആവി പറക്കുന്ന സ്റ്റേജ് ആകുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി താളിച്ചെടുക്കണം. അപ്പോൾ താളിച്ചെടുക്കാനായിട്ട് ഞാൻ കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവ, 2-3 ഉണക്കമുളകൊന്ന് കീറിയിടാം, കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുടെ ചേർക്കാം, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഓഫ് ചെയ്ത ശേഷം പുളിശ്ശേരിയിലേക്ക് ഒഴിക്കും. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയേക്കുന്ന ഈ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ 4 തൊട്ട് 6 പേർക്കൊക്കെ സെർവ് ചെയ്യാവുന്നൊരു ക്വാണ്ടിറ്റിയാണ്. നല്ല ടേസ്റ്റി പുളിശ്ശേരിയാണ്. ഇതിനകത്ത് വെളുത്തുള്ളി ചുവന്നുള്ളി ഒന്നും ഇടാത്ത രീതിയിലുള്ളൊരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.